എ റെവലേഷൻ ഓഫ് ഐഡൻറ്റിറ്റി, എൻ്റെ വ്യക്തിത്വം. ഞാൻ ആരെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യത്യാസം വരും. അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതെത്ര നമ്മളെ പഠിപ്പിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ പാടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഔട്ടർ മാൻ ഒരിക്കലും ഇന്നർ മാനിൻ്റെ ആ ഒരു വിശുദ്ധിയോ ആ ഇന്നർ മാനിൻ്റെ ദൈവത്വത്തെയോ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഡിഫിക്കൽട്ടി ഈസ്, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായി മാറുകയാണ്. ആ അകത്തൊരു മനുഷ്യനുണ്ട് എന്നും ഈ പുറത്തെ മനുഷ്യൻ യൂസ്ഡ് ആണല്ലോ ഈ വേൾഡിന്, അവർ തമ്മിൽ രണ്ടുപേരും കൂടെ വഴക്കാവും. അതാണ് പൗലോസ് പറഞ്ഞത്, യു ഹൗ റച്ചഡ്, വാട്ട് എ റച്ചഡ് മാൻ ഐ ആം. ഞാൻ ഉദ്ദേശിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, തിന്മ ചെയ്യുന്നു. വേണ്ടാത്ത തിന്മ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നന്മ ചെയ്യേണ്ടത് ചെയ്യാതെയും തിന്മ വേണ്ടെന്ന് വിചാരിക്കുന്നത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തൊരു അരിഷ്ട മനുഷ്യനാണെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ റീസൺ, ദറ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ടു പേഴ്സണാലിറ്റീസ്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവും പുറമേയുള്ള. എന്നാൽ പല മനുഷ്യർക്കും ഈ ഉള്ളിലുള്ള ആത്മാവിനെ അടിച്ചടിച്ചടിച്ച് അമർത്തിയിട്ട് അതൊരു ചെറിയൊരു പ്രാവാകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് സാൽവേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ജീവിച്ച് പറന്ന് ജീവിതത്തിൻ്റെ സന്തോഷം മാറിയിരിക്കുകയാണ്. വാട്ട് ഐ റിയലി തിങ്ക് ഈസ് ദാറ്റ് വി ഹാവ് ലോസ്റ്റ് ദ കളേഴ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിറങ്ങൾ മാറിപ്പോയി. നിറങ്ങളില്ല. ഒരുതരം കറുത്ത സാരി ഉടുത്ത് അല്ലെ വെള്ള മാത്രം. വെള്ളയും വൈറ്റ് ഈസ് ഓൾസോ എ കളർ റെപ്രസെൻറ്റിങ് സാഡ്നെസ്സാണ്, ദുഃഖത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളറാണ്. കറക്റ്റല്ലേ? ഒരു കവി എഴുതിയിരിക്കുന്നത്, മരിച്ച ശരീരത്തെ വെളുത്ത വസ്ത്രമല്ലേ അവസാനം ഇടുന്നത്. ബിക്കോസ് മരണത്തിന് ദുഃഖം വെള്ള വസ്ത്രമിട്ട് മറിച്ചിട്ടാണ് അവരെ വിടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാരെയെന്ന്. നമ്മളാരെന്ന് മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തത് ശമരിയക്കാരി സ്ത്രീയുടെ അടുക്കൽ യേശു ക്രിസ്തു ഉച്ചയ്ക്ക് വന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. ആ ഭാഗം തന്നെ ബാക്കിയും കൂടെ എടുക്കാം. അവിടെ പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് പറയുന്നുണ്ട്. വാട്ടർ എന്താണ്? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ നിത്യജീവൻ കിട്ടുമെന്ന്. നമുക്കറിയാം ഈ ജീവന് നിത്യമായിട്ടില്ലെന്ന്. അത് 80, 90, 100 അത് തീരും. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഇതിന് നിത്യജീവനില്ല. പക്ഷെ നിത്യജീവൻ അകത്ത് തരുമെന്ന്, ഈ വെള്ളം കുടിച്ചാൽ നിത്യജീവൻ തരുന്ന യേശു പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? സംതിങ് ഡിഫറെൻ്റ് ഇല്ലേ എൻ്റെ ഉള്ളിൽ. ആ സ്ത്രീ ആ ജീവൻ്റെ സ്നേഹം ആഗ്രഹിച്ച് നടക്കുകയാണ്. ഒരു പുരുഷന്മാർ രണ്ടാമത് മാറി, മൂന്നാമത് മാറി, നാലാമത് മാറി, അഞ്ചാമത്, ഇപ്പോൾ ആറാമത്തേൻ്റെ പറയും. അതാണ് യേശു പറയുന്നത്, നീ പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. അപ്പോൾ അവൾ പറയുന്നത്, എനിക്ക് ഭർത്താവില്ല. യേശു എന്താ പറഞ്ഞത്? ശരിയാ, നീ പറഞ്ഞത് കറക്റ്റ്. അപ്പോൾ അതൊന്ന് വായിക്കുക. എങ്ങനെയാണ്? യേശു എല്ലാം അറിയുന്നുണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെയെന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ നീ പ്രവാചകൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിതാക്കൻ. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ദേശത്തുള്ളവരെല്ലാം വിളിച്ചുകൊണ്ട് വരും, എൻ്റെ കാര്യമെല്ലാം വിളിച്ചു പറഞ്ഞെന്ന്. See, what happened was that when Jesus said that you had 5 husbands, ഇപ്പോൾ ഉള്ളതോ 6ാമത്തേത് ഭർത്താവല്ല. കറക്റ്റാണ്. ബിക്കോസ് ഷി ഹാസ് ബീൻ സെർച്ചിങ് സംതിങ് എൽസ്. നമ്മളെല്ലാവരും സത്യത്തിൽ നമ്മൾ ഇരുട്ടിൽ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. യഥാർത്ഥത്തിൽ എന്താ കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വഴി കണ്ടുപിടിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞു തരാൻ ആളില്ല. യഥാർത്ഥത്തിൽ പിതാവിൻ്റെ സ്നേഹമാ മോളെ നിനക്ക് വേണ്ടിയത്, നീ ചുമ്മാ അവിടെ ഇവിടെ നടക്കാതെ. അതാണ് യേശു ഇവിടെ കാണിക്കുന്നത്. എന്ത് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ഈ സ്നേഹവാനാകുന്ന ശിഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ജീവവെള്ളത്തിൽ നിന്ന് നമ്മളെല്ലാവരും കുടിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ഒരു സ്ത്രീ മൂലം ദേശം മുഴുവനും മാറ്റി. ഇത് ക്രിസ്തു എത്ര ബന്ധപ്പെട്ടാണ് അവിടെ വന്നത്. ബിക്കോസ് ദർ ആർ സോ മെനി ഒബ്സ്റ്റക്കിൾസ്. ഒന്ന്, ആക്ച്വലി അന്ന് യഹൂദൻ ശമര്യക്കാരി സ്ത്രീകളോടോ പുരുഷനോടോ മിണ്ടുന്ന കാര്യമല്ല. ദേ ആർ നോട്ട് ഇൻ ഫ്രണ്ട്ലി ടേംസ് വിത്ത് ദ ജൂസ്. യഹൂദനും ശമര്യക്കാരെക്കുറിച്ച് തീരെ താണവരെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവനോടൊരു യഹൂദവൻ മിണ്ടേണ്ട കാര്യമില്ല. അപ്പം ദാറ്റ് ഈസ് സോഷ്യൽ നോംസിന് അഗൻസ്റ്റ്. 2, സ്ത്രീകളോട് സംസാരിക്കത്തില്ല.
ഇതും ഈ സ്ത്രീയെ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നത്. ദാറ്റ് മീൻസ് ഷീ ഈസ് സിൻഫുൾ വുമൺ. ദേശത്ത് മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അവിടെ മിണ്ടാൻ ദൈവം ഇറങ്ങി വരുന്നു. അപ്പം ദൈവം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ച് ആ നിയമത്തിനെതിരായിട്ട് ഇവള് ജീവിക്കുന്നു എന്നും പറഞ്ഞ് നമ്മളവളെ ബ്ലാക്ക് ലിസ്റ്റ് ഇടുമ്പം നമ്മളിൽ എന്തുമാത്രം വേറെ അഴുക്കുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അത് പൊതിഞ്ഞു വെച്ചിട്ട് ഈ വ്യക്തികൾ, ഈ വിശ്വാസികൾ ഞാൻ കാണുന്നത്, ഒരു നല്ല പ്രാസംഗികൻ അല്ലെങ്കിൽ വിശുദ്ധന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ചടയ്ക്ക് അബദ്ധം പറ്റും. അബദ്ധം എല്ലാവർക്കും പറ്റുമല്ലോ. ആ ഒരു അബദ്ധത്തെ പിടിച്ച് അയാളെ ഇടിച്ച് താഴ്ത്തുന്നത് ബാക്കി വിശ്വാസികളാണ്. കാരണം എന്തോ ഒരു വെഞ്ചൻസ് ഉള്ളതുപോലെയാണ്. ഇവൻ ഇത്ര ദൈവത്തെ അറിയുന്നത് എന്ത് കറക്റ്റാണോ, അത് ചുമ്മാ കള്ളമല്ലേ, അവനെ ഇപ്പോൾ അടിച്ചു താഴ്ത്തുക. അപ്പോൾ പേടിപ്പിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും യഥാർത്ഥത്തിലുള്ളവർ മാറുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ആ വെഞ്ചൻസ് ക്യാരക്ടർ ഈസ് ഫ്രം ദ ഓർഫൻ സ്പിരിറ്റ്. എനിക്ക് ദൈവത്തെ കാണാൻ വേണമെങ്കിൽ നീയും കാണുന്നില്ല, അതാണ് പറയുന്നത് പിടിപ്പിക്കുക. പക്ഷെ യേശു പറയുന്നത് യേശു പിതാവിനെ കണ്ട പുത്രനാകിയാൽ ആരെ എന്ത് കാണിക്കണം എന്ന് യേശുവിന് അറിയാമായിരുന്നു. അവർ നോംസ് എല്ലാം തെറ്റിക്കുകയാണ്. ഒന്ന്, ഒരു സ്ത്രീയോട്, സമരിയക്കാരിയോട് സംസാരിക്കുന്നു. രണ്ട്, ഒരു സ്ത്രീയെ, അതും ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന് ഇമ്മോറലായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ, അത് കഴിഞ്ഞിട്ട് യേശു അവളെ ദൈവത്തിൻ്റെ പൊന്നു മകളാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന്, കൊടുക്കാൻ സന്നദ്ധയായിട്ടല്ലേ വന്നിരിക്കുന്ന ദൈവം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കത്തില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഇതാണ് ഈ നിത്യജീവൻ കൊടുക്കാൻ വേണ്ടി ഏത് ലെവലിലേക്ക് യേശു ഇറങ്ങിച്ചെല്ലുന്നത്. അതുകൊണ്ടാണ് പാപികളുടെ കൂടെ, പിന്നെ വേശ്യകളുടെ കൂടെ, ടാക്സ് കളക്ടേഴ്സിൻ്റെ കൂടെ നടക്കുന്നതെന്ന് കളിയാക്കുന്നത്. കാരണം കർത്താവ് വന്ന പർപ്പസ് എങ്ങനെയെങ്കിലും ഇവർ പിതാവിൻ്റെ അടുക്കിലേക്ക്, ആ ഉദ്ദേശം ഇന്നും മാറിയിട്ടില്ല. ദിസ് ഷുഡ് ഓപ്പൺ അവർ ഐസ്. നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മൾ പള്ളിയിൽ തന്നെ വരുന്നവർ ഗ്രേഡ് ചെയ്യും, 1 2 3 4, അല്ലെ സഭകളിൽ പോകുന്നത് ഗ്രേഡ് ചെയ്യും. ആ ഗ്രേഡിംഗ് ഒന്നും ദൈവത്തിനില്ല. അതുകൊണ്ടാണല്ലോ 10 കൽപ്പന ഒരെണ്ണം തെറ്റിയാൽ എല്ലാത്തിനും തെറ്റെന്ന് പറയുന്നത്. കറക്റ്റല്ലേ? ഇഫ് യു ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലല്ല നയിക്കുന്നതെങ്കിൽ ജഡത്തിലാണെങ്കിൽ ലൂസിഫറാണ് ഭരിക്കുന്നത്. ഞാൻ സെക്കൻഡ് ചെയർ. അതുകൊണ്ട് കർത്താവ് നിൻ്റെ നന്മ പ്രവൃത്തികളെല്ലാം ജീർണവസ്ത്രമെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാ. അതൊക്കെ ആഴത്തിലോട്ട് ചിന്തിക്കുമ്പോൾ ചുമ്മാതല്ല പറയുന്നത്. കർത്താവ് എൻ്റെ അപ്പനും അമ്മയും ആര്, എൻ്റെ സഹോദരൻ ആര്, എൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവർ. അപ്പോൾ ഈ സത്യ ജീവനുള്ള പിതാവിനെ മക്കളാകുന്ന നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുമ്പം തന്നെ പിതാവുമായിട്ടുള്ള ബന്ധം പുത്രനിൽ പുനഃസ്ഥാപിച്ചാൽ, ഹേ മരണമേ നിൻ്റെ പിന്നെ മരണം ഒരു പേടിയല്ല. അപ്പം നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി ഇറ്റേണൽ ലൈഫ്, അതായത് നിത്യമായ ജീവനെ കിട്ടുക എന്നുള്ളത്. അത് നിത്യജീവൻ തരുന്ന ആളാണ് ശമരിയക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കത് മനസ്സിലായി. അവൾ മൂലം ദേശത്തുള്ളവരും കൂടെ വിടുതൽ വാങ്ങിക്കുന്നു. Jesus knew she was a beloved daughter to Father God. Jesus spoke to her as a beloved daughter, offering her the water of life in order that she must be washed clean. അതാണ് ദൈവത്തിൻ്റെ വെള്ളം തരുന്നത്. ദാഹം തീർക്കാൻ തന്നെയല്ല, ശുദ്ധിയാക്കാൻ, ശുദ്ധവും ശുഭ്രവും, അതായത് കറ ചുളുക്കം മുതലായിരിക്കുന്നതെല്ലാം. ദൈവം പറയുന്നു, യോഹന്നാൻ്റെ 15:3 പറയുന്നുണ്ട്, എൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ ആ കേൾവി കൊണ്ട് ശുദ്ധരാകുന്നത്. അതുകൊണ്ടാണ് പിശാച് എന്ത് ചെയ്ത വചനം കേൾപ്പിക്കത്തില്ല. ഈ വചനം ന്യൂയോർക്കിൽ അവിടെ ഇവിടെയൊക്കെ ഈ വചനം ഉറക്കമുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അതിപ്പോൾ ആളുകൾക്ക് ദേഷ്യം വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ ഉള്ളിലുള്ള അന്ധകാര ശക്തിക്ക് ഇത് പിടിക്കുന്നില്ല. ഇവനാര് ഈ വിശുദ്ധ വെള്ളം കൊടുത്ത് ഇവരെ നിത്യതയിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ യുദ്ധം ദൈവവും പിശാചും തമ്മിലാണ്, നമ്മളല്ല. അത് ഭർത്താവ് പറയുന്നില്ല, ജഡരക്തങ്ങളോടല്ല യുദ്ധമെന്ന്. അത് മനസ്സിലാക്കി അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹം. ദാറ്റ്സ് അവർ ഐഡൻറ്റിറ്റി. ഐ ബിലോങ് ടു ഫാദർ ഗോഡ്. അവിടെ നിർത്തല്ലേ. എന്നിട്ട് ഒരു പുതിയ ജീവിതം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളുമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനൊക്കെ യേശു കാണിച്ചു തന്നല്ലോ, മനുഷ്യനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് സാധിക്കും. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ്. അത് നേടാൻ നമുക്ക് ആഗ്രഹിക്കാം. കരുണയുള്ള ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ആര്, എൻ്റെ വ്യക്തിത്വം എന്ത്, ഞാൻ എവിടുന്ന് വന്നു,
എവിടേക്ക് പോകുന്നു? എന്നെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ ചെന്നാലും എന്നെ അന്വേഷിച്ച് വരുന്ന ഒരു വിശ്വസ്തനായ ദൈവം. 99 ആടിനിട്ട് എന്നെ അന്വേഷിച്ച് വരുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഒരെണ്ണം പോലും വഴിതെറ്റിപ്പോകത്തില്ല. നോഹയുടെ കാലത്ത് 8 പേരെ തിരഞ്ഞെടുക്കുക തന്നെയല്ല, ഈരണ്ടായിട്ട് മൃഗങ്ങളെ വിളിച്ചു വരുത്തിയവൻ നീയാണ്. ആര് കയറണം ആര് കയറണ്ടാന്ന് തീരുമാനിച്ചത് അപ്പച്ചൻ തന്നെ. അതുപോലെ ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നുന്ന ദൈവം, ഞങ്ങളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറ ഇൻ ഇറ്റേണിറ്റി ബിലോങ്സ് ടു യു, നിനക്ക് വേണ്ടി അങ്ങനെ തന്നെ ഉറപ്പിക്കുന്നു. അത് സംഭവിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. നാഥൻ ഞങ്ങൾക്ക് വേണ്ടി നട്ടുച്ചയ്ക്ക് വെയിൽ കൊണ്ട് ഞങ്ങളുടെ അടുക്കൽ ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പച്ചൻ്റെ സാന്നിധ്യം വിട്ടാൽ പൗലോസിന് പോലും സോളെന്ന് പറയുന്നവൻ പൗലോസായി മാറ്റിയെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അത് ചെയ്തെടുത്താട്ടെ അപ്പച്ച. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.